നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ഇന്ത്യൻ മാർക്കറ്റുകൾ കനത്ത ഇടിവിൽ തന്നെയായിരുന്നു. പിന്നീട് ഗ്ലോബൽ മാർക്കറ്റുകൾ എല്ലാം വെള്ളിയാഴ്ച ഇടിയുകയുണ്ടായി. വെള്ളിയാഴ്ചത്തെ ജോബ്സ് റിപ്പോർട്ട് സ്ട്രോങ് ആയതിനു ശേഷം US മാർക്കറ്റുകൾ ശക്തമായി ഇടിഞ്ഞു. ഡൗ ജോൺസ് 1.63% ഇടിവിലും, S&P 500 1.54% ഇടിവിലും, നാസ്ഡാക്ക് 1.63% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ് റസൽ 2000 2.27% കനത്ത ഇടിവ് തന്നെയാണ് ഉണ്ടാക്കിയത്. US വിക്സ് 3 ആഴ്ചത്തെ ഉയർന്ന നിലയിലെത്തി. തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ഡിസംബറിൽ തൊഴിൽ വളർച്ച അപ്രതീക്ഷിതമായി ത്വരിതഗതിയിലെത്തിയതായി കാണിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് 4.1% കുറഞ്ഞു. US-ൽ 11 സെക്ടറിൽ എനർജി സെക്ടർ 0.34% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. എനർജി സെക്ടർ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസിൽ ഉണ്ടായിരുന്നത് ഓയിൽ സെക്ടർ തന്നെയായിരുന്നു. റഷ്യയിലെ എണ്ണ വ്യവസായത്തിനെതിരെ US ട്രഷറി ഡെവലപ്മെന്റ് വൻ ഉപരോധം പ്രഖ്യാപിച്ചതോടെ വെള്ളിയാഴ്ച എണ്ണ വില കുതിച്ചു വരികയുണ്ടായി. ബ്രന്റും WTIയും 3.5% മുകളിലാണ് ഉയർന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളും കനത്ത ഇടിവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സും ഇടിവിൽ തന്നെയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനവും മോശം തന്നെയായിരുന്നു. HDFC ബാങ്ക് 3%-അടുത്തും, ICICI ബാങ്ക് 2.5%-അടുത്തും, ഡോക്ടർ റെഡ്ഡി 2.5%-അടുത്തും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.5%-അടുത്ത് ഇടിയുകയുണ്ടായി. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡിൽ 0.5% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 58,520 രൂപയാണ്. കൂടാതെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 165 മുതൽ 175 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ്. കൂടാതെ ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയുള്ളത് 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്പം ദുർബലമാകുമെന്ന് IMF പ്രവചിക്കുന്നു. മാർക്കറ്റിൽ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. ഒത്തിരിയേറെ വൊളറ്റാലിറ്റിയും ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള മാർക്കറ്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റുഡൻസിന് നമ്മുടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ആഗോള വളർച്ചയുടെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്പം ദുർബലമാകുമെന്ന് IMF പ്രവചിക്കുന്നു. 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അല്പം ദുർബലമാകുമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ പ്രതീക്ഷിക്കുന്നു. ഇനി ആഗോള വളർച്ച 2025-ൽ സ്ഥിരമായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പ്രാദേശിക പ്രകടനം വ്യത്യസ്തമായിരിക്കും. US സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയൻ സ്തംഭനത്തിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ വാർത്ത വരുന്നത് EV നയ മാർഗനിർദ്ദേശങ്ങൾ അന്തിമമാക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ടെസ്ലയും ആഗോള EV നേതാക്കളെയും ക്ഷണിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഉന്നതതല നയ ചർച്ചകൾക്ക് ടെസ്ല CEO എലോൺ മസ്കിനെയും മറ്റ് EV വ്യവസായ നേതാക്കളെയും ഇന്ത്യൻ സർക്കാർ ക്ഷണിച്ചു. ഇന്ത്യൻ ഇലക്ട്രോണിക് പാസഞ്ചർ കാറുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളുടെ മാർഗനിർദ്ദേശങ്ങൾ അന്തിമമാക്കാനാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇന്ത്യയിലേക്ക് ടെസ്ലയും അതുപോലെ മറ്റ് EV സെഗ്മെന്റിലുള്ള കമ്പനികളും വരുന്നതോടെ കോമ്പറ്റീഷൻ വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കും. അത് ഇപ്പോഴത്തെ ആഭ്യന്തര സ്ഥാപനങ്ങൾക്ക് വളരെയേറെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ: HCL ടെക്നോളജീസ്, ആനന്ദ് രതി വെൽത്ത്, ഏഞ്ചൽ വൺ, ഡെൽറ്റ കോർപ്പ്, ഡെൻ നെറ്റ്വർക്ക്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി തുടങ്ങിയവയാണ്. അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം അവന്യൂ സൂപ്പർമാർട്ട്സ്. നെറ്റ് പ്രോഫിറ്റിൽ 4.8% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 17.7% വർധനവും എബിറ്റയിൽ 8.7% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ജസ്റ്റ് ഡയലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 42.7% വലിയൊരു വർധനവ് തന്നെയാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂവിൽ 8.4% വർധനവും എബിറ്റയിൽ 43.4% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് PCBL എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 37.07% ഇടിവ് രേഖപ്പെടുത്തി ഇയർ ഓൺ ഇയറിൽ. റവന്യൂവിൽ 21.3% വർധനവും എബിറ്റയിൽ 13.7% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. കമ്പനി ഇന്ററിം ഡിവിഡൻഡ് ആയിട്ട് 15.50 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തതായി ഒബ്രോയ് റിയാലിറ്റി എന്ന കമ്പനിയാണ്. ബാദ്ര റീക്ലമേഷനിൽ
10,300 ചതുരശ്ര മീറ്റർ പ്രദേശം വികസിപ്പിക്കാൻ മുംബൈയിലെ ചേരി പുനരധിവാസ അതോറിറ്റി കമ്പനിയെ തിരഞ്ഞെടുത്തു. മഹാരാഷ്ട്ര ഹൗസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഭൂമി. അടുത്തതായി വാരി എനർജീസ് എന്ന കമ്പനിയാണ്. 792 കോടി രൂപയ്ക്ക് എനൽ ഗ്രീൻ പവർ ഇന്ത്യയുടെ 100% ഓഹരികൾ ഏറ്റെടുക്കുന്നതായി എനൽ ഗ്രീൻ പവർ ഡെവലപ്മെന്റ് SRL എന്ന കമ്പനിയുമായി ഷെയർ പർച്ചേസിംഗ് കരാറിൽ കമ്പനി ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായി സുദർശൻ ഫാർമ ഇൻഡസ്ട്രീസ് മുൻഗണന ഇഷ്യൂ വഴി 188.34 കോടി രൂപ വരെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് കമ്പനി ബോർഡ് അനുമതി ലഭിച്ചു. അടുത്തതായി പോളി മെഡിക്വെയർ ഹരിയാനയിൽ സോളാർ പവർ പ്രൊജക്ട് സ്ഥാപിക്കുന്നതിനായി AMPIN C&D പവർ എന്ന കമ്പനിയുമായി സംയുക്ത സംരംഭ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് ഇൻട്രാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ്. ടാറ്റ പ്രൊജക്ടുകളിൽ നിന്ന് അർദ്ധചാലക ലിത്തിയം അയൺ ബാറ്ററി മേഖലകളിൽ 221 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 2,254 കോടി രൂപയ്ക്ക് FIS സെല്ല് ചെയ്തു. DIS ആവട്ടെ 3,962 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS തുടർച്ചയായി വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വെള്ളിയാഴ്ചത്തെ US മാർക്കറ്റിന്റെ ജോബ്സ് റിപ്പോർട്ടിന് ശേഷം കനത്ത സെൽ ഓഫ് ആയിരുന്നു US മാർക്കറ്റുകളിൽ കാണാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു ഇടിവ് തന്നെയാണ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ആദ്യ ട്രേഡിംഗ് ഹവർ കഴിഞ്ഞതോടെ കോസ്പി മാർക്കറ്റ് 0.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റിൽ ഇന്നൊരു ഹോളിഡേ ആണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.34% ഇടിവിലും. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,326 എന്ന നിലയിലാണ്. 3 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 165 മുതൽ 175 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സുകളിലേക്കാണ്. തിങ്കളാഴ്ച ജനുവരി 13 ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച ജനുവരി 14 ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ പ്രൈസ് ഡാറ്റ പുറത്തുവരും. US പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. ബുധനാഴ്ച ജനുവരി 15 ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ പുറത്തുവരും. US ഇൻഫ്ലേഷൻ ഡാറ്റ. വ്യാഴാഴ്ച ജനുവരി 16 സൗത്ത് കൊറിയയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും അന്ന് തന്നെയാണ്. വെള്ളിയാഴ്ച ജനുവരി 17 ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റ് പുറത്തുവരും. ചൈനയുടെ GDP ഡാറ്റയും അന്നേ ദിവസമാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വെള്ളിയാഴ്ച ബ്രന്റിലും WTIയിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 3.5% മുകളിലാണ് ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. റഷ്യയിലെ എണ്ണ വ്യവസായത്തിനെതിരെ US ട്രഷറി ഡെവലപ്മെന്റ് വൻ ഉപരോധം പ്രഖ്യാപിച്ചതോടെ വെള്ളിയാഴ്ച എണ്ണവില കുതിച്ചുയരുകയുണ്ടായി. ഇപ്പോഴും ഓയിൽ പ്രൈസുകൾ വലിയ നേട്ടത്തിൽ തന്നെയാണ്. $80 മുകളിലായിട്ടാണ് ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത്. 81.16 എന്ന നിലയിൽ 1.73% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $77.03 പെർ ബാരൽ എന്ന നിലയിൽ 1.69% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളെ കുറിച്ചാണ്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 23,440 86 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഡെയിലി ചാർട്ടിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബീറിഷ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,440 50 വീക്ക് EMA ഉള്ളത് 23,430 ഈ 50 വീക്ക് EMAക്ക് കുറച്ച് മുകളിലായി മാത്രം ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് ചെറിയൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ തിങ്കളാഴ്ച ഇതിനൊക്കെ താഴെയായിട്ടായിരിക്കും നിഫ്റ്റി ഓപ്പൺ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ഉറ്റുനോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ നവംബർ മാസത്തെ ലോ ആയിട്ടുള്ള 23,263 ആയിരിക്കും. അതിന് താഴെയും നിഫ്റ്റി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ജൂൺ 7 വലിയ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ആയിട്ടുള്ള 22,800 വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോൺ എന്നത് 23,360 മുതൽ 23,200 വരെയുള്ള ആ ഒരു സോണാണ്. ഇനി കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഇടിഞ്ഞത് 2.4%. മൊമെന്റം ഇൻഡിക്കേറ്ററുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോഴും വീക്ക്നെസ്സിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത് എന്ന് തന്നെയാണ്. അപ്സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ 23,580 മുതൽ 23,600 വരെയുള്ള ലെവലായിരിക്കും. നിഫ്റ്റിയിൽ ഡെയിലി ചാർട്ടിൽ ഒരു ലോവർ ലോ ഫോർമേഷൻ ആണ് ഇപ്പോഴും ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,500, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 23,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,800 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,772 731 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ഇടിവുണ്ടാക്കിയത്. 1.48% ഇടിഞ്ഞു. ജൂൺ 4-ാം തീയതി അതായത് ലോക്സഭ ഇലക്ഷൻ ഡേയുടെ അന്നേ ദിവസത്തെ ലോ ആയിട്ടുള്ള 48,734 അരികെയായിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ വീക്ക് ആയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഏകദേശം 4.42% ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 48,287 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000 അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക് വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 14.92 1.76% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.